ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ചെറിയൊരു വീടിൻ്റെ കട്ടിങ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, അത് കാണുക. ഇനി അതേ വീടിൻ്റെ തന്നെ പൈപ്പ് സ്വിച്ച് ബോർഡുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ്. ആദ്യം തന്നെ ഫ്രണ്ടിൽ ഇവിടെയായിരുന്നു കോളിംഗ് ബെല്ല്, ഇവിടെ ഒരു കട്ടിങ് വരുന്നു എന്ന് പറഞ്ഞിട്ട്, ഡിസൈൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട്. അത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാറ്റിയതാണ്. പിന്നെ അതുപോലെ തന്നെ 2 മോഡി മെറ്റൽ ബോക്സാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ PVC ബോക്സിനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗേറ്റ് ലാമ്പിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് കേബിളിൻ്റെയാണ്. കേബിളിൻ്റെ വേറെ എടുക്കാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ കൂടെ ഇതുപോലെ കേബിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ നമ്മൾ ജംഗ്ഷനൊക്കെ ഓപ്പൺ ചെയ്ത് സ്പ്രിങ് ഇട്ട് ചെക്ക് ചെയ്ത് LED ജംഗ്ഷനെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ 4 മോഡി ബോക്സ്, അതായത് ഒരു 2 വേ സ്വിച്ച്, ഒരു ഫാനിൻ്റെ റെഗുലേറ്റർ, ഒരു ഫാനിക്കുള്ള സ്വിച്ച്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ബോക്സ് വലിപ്പം കൂടുതലാണ്. PVC ബോക്സ് ആയിരുന്നു നമ്മൾ കട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിൽ. പക്ഷെ പെട്ടെന്ന് അവർ പ്ലാൻ മാറ്റി മെറ്റൽ ബോക്സ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഹാളിലേക്ക് വരികയാണെങ്കിൽ ഹാളിൽ ലൈറ്റിൻ്റെ 4x4 വെക്കാനുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിങ് ഇട്ട് സർക്യൂട്ട് പൈപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, അതിനുള്ള മറുപടി തരാം. അതുപോലെ DB എങ്ങനെ വയറിങ്ങിന് മുമ്പ് DB നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, സ്വിച്ച് ബോർഡുകളുടെ ഹൈറ്റ് എത്രയാണ്. സ്വിച്ച് ബോർഡുകളുടെ ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സ്വിച്ച് ബോർഡും ഒരേ അളവിലായിരിക്കില്ല, ഒരേ ഹൈറ്റിലായിരിക്കില്ല വെക്കേണ്ടത്. അത് ഡീറ്റെയിൽസായിട്ട് ഞാൻ ആദ്യത്തെ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ എങ്ങനെയാണ് കട്ട് ചെയ്ത് പൈപ്പ് അടിക്കേണ്ടത്, വയറിങ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹാളിൽ 3 ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു കോളിംഗ് ബെല്ലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ അടുക്കളയിൽ പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൈപ്പ് അടിക്കുന്ന വീഡിയോ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഔട്ട് സൈഡിലേക്കുള്ള ലൈറ്റുകൾ അത് നമ്മൾ ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തേക്കാണ് ഔട്ട് സൈഡ് ലൈറ്റ് വേണ്ടത് അത് ഹോൾ ചെയ്തിട്ടുണ്ട്. വീട് വാർക്കുമ്പോൾ നമ്മൾ ഏത് അളവിലുള്ള പൈപ്പാണ് ഇട്ടിരിക്കുന്നത് അതേ അളവിലുള്ള അതേ MM പൈപ്പായിരിക്കണം നമ്മൾ ചുമരിലും ഇതുപോലെ സ്വിച്ച് ബോർഡുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഇടേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കോളിംഗ് ബെല്ലിനായിട്ട് 6x4 PVC ബോക്സാണ് നമ്മൾ വെക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിനായിട്ട് 4x4 PVC ബോക്സുകൾ, ട്യൂബ് ലൈറ്റിനൊക്കെ ഈ ഒരു 4x4 PVC ബോക്സാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ സ്വിച്ച് ബോർഡുകൾക്കും സോക്കറ്റുകൾക്കൊക്കെ മെറ്റൽ ബോക്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്വിച്ച് ബോർഡുകൾക്കും PVC ബോക്സും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ PVC ബോക്സും മെറ്റൽ ബോക്സും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, PVC ബോക്സിൽ 6x4 എന്ന് പറഞ്ഞാൽ 4 മോഡി, മെറ്റൽ ബോക്സിൽ 4 മോഡി പറഞ്ഞാൽ 4 മോഡി തന്നെയാണ്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് പിന്നെ 16 മോഡിയാണ്, 16 മോഡി. അത് നമ്മുടെ ഹാളിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ DB 12/DB. ഇപ്പോൾ DB നമ്മൾ കണക്കാക്കുമ്പോൾ എത്ര സർക്യൂട്ട് ഉണ്ട് ആ സർക്യൂട്ടിനനുസരിച്ച് DB കണക്കാക്കണം. അതുപോലെ തന്നെ എർത്തടിക്കാനുള്ള കോപ്പർ പൈപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചുമരിലടിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് നമ്മളിവിടെ 90 mm പൈപ്പാണ്, മീഡിയമാണ് ചുമരിലെല്ലാം നമ്മൾ വീട് വയറിങ്ങിന് ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് സ്പെഷ്യൽ പൈപ്പ്, അത് ചോദിച്ച് വാങ്ങണം. അത് 20 mm ഉണ്ട്, 90 mm ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് കോൺക്രീറ്റിനുള്ള പൈപ്പ് ചോദിച്ച് വാങ്ങിക്കണം. ചുമരിലടിക്കാനായിട്ട് മീഡിയം പൈപ്പ് മതി, കോൺക്രീറ്റ് സ്പെഷ്യൽ അല്ല. അത് കോൺക്രീറ്റിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് കോൺക്രീറ്റ് സ്പെഷ്യൽ. ഭയങ്കര ഹാർഡായിരിക്കും ആ പൈപ്പിന്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കിച്ചണിൽ നമ്മുടെ സുഹൃത്ത് പൈപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറവാണെങ്കിൽ ക്ഷമിക്കുക, ഇവിടെ ഈ റൂം മൊത്തം ഇരുട്ടായത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ 6 മോഡീൻ്റെ കിച്ചണിൽ ഡോറിൻ്റെ ഭാഗത്ത് 3 ലൈറ്റ് ഒരു പ്ലഗും, അതിനായിട്ട് നമ്മൾ 6 മോഡിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3 ലൈറ്റും ഒരു പ്ലഗും പ്ലഗിൻ്റെ സ്വിച്ചും, അങ്ങനെ 6 മോഡി. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് സ്വിച്ച് ബോർഡുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി 6 മോഡി PVC ബോക്സാണ് ഇവിടെ വെക്കേണ്ടത് എങ്കിൽ 8x4 വെക്കണം. 8x4 പറയുമ്പോൾ 6 സ്വിച്ച് നിൽക്കുള്ളൂ, 6 മോഡി ആവും. അപ്പോൾ PVC ബോക്സും മെറ്റൽ ബോക്സും തമ്മിലുള്ള വ്യത്യാസം അതാണ്, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ സർക്യൂട്ടിൻ്റെ പൈപ്പ് മുകളിൽ വന്നിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ലാത്തതുകൊണ്ട് സർക്യൂട്ടിൻ്റെ പൈപ്പും
ജംഗ്ഷനിൽ നിന്ന് വരുന്ന പൈപ്പും വന്നിട്ട് അതൊരു 4 ബോക്സിലാക്കിയിട്ട് നേരെ നമ്മൾ ഈ സ്വിച്ച് ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മളൊരു 4 മോഡിയാണ് വെച്ചിട്ടുള്ളത്. അതായത് ഒരു പവർ പ്ലഗിൻ്റെ സ്വിച്ചും ഒരു മോട്ടറിൻ്റെ സ്വിച്ചും, അങ്ങനെ 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിന് 4 മോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട് സൈഡിലേക്കുള്ള ലൈറ്റ് നമ്മൾ ഈ 4 മോഡിൽ തന്നെ മുകളിലായിട്ട് ഔട്ട് സൈഡ് ലൈറ്റിൻ്റെ ഹൈറ്റിന് നമ്മൾ തുളച്ച് പുറത്തേക്ക് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ബോർഡ് ചൂസ് ചെയ്യുമ്പോൾ ഏത് അളവിലുള്ള സ്വിച്ച് വേണം എന്ന് നമ്മൾ ആ റൂമിൽ എത്ര ലൈറ്റ് വരും, എത്ര പ്ലഗ് വരും എന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മളവിടെ സ്വിച്ച് ബോർഡ് ചൂസ് ചെയ്യേണ്ടത്. മുകളിലായിട്ട് നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു അടുക്കള ആയതുകൊണ്ട് ഒരു ലൈറ്റ് മതി എന്ന് പറഞ്ഞു. വളരെ ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ അടുക്കളയിൽ ഈ ഒരു ഭാഗത്ത് നേരെ ഔട്ട് സൈഡ് ലൈറ്റ് നമ്മൾ നേരെ താഴെ തുളച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമായിരുന്നു. അപ്പോൾ അടുക്കളയിൽ 2 ലൈറ്റ് നമ്മൾ കൊടുക്കും എല്ലാവിടെയും. ഇവിടെ ഒരു ലൈറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാം വീട്ടുകാരുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് നമ്മളിവിടെ വയറിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 4 മോഡി മെറ്റൽ ബോക്സിൽ ഒരു പൈപ്പ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹോൾ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. 2 പൈപ്പാണെങ്കിൽ 2 ഹോളും നമുക്ക് ഹോൾ ചെയ്ത് കൊടുക്കാം. ഇനി 3 പൈപ്പാണ് ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഗാഡി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ 3 പൈപ്പ് കൊടുക്കാനുള്ള വലിപ്പം കിട്ടും. അതുപോലെ 4 പൈപ്പാണ് ഇതുപോലെ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ സെൻറ്ററിലെ ഗാഡികൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ബോർഡിൽ എത്ര പൈപ്പാണ് ഇറങ്ങുന്നത് അതിനനുസരിച്ചിട്ട് പൈപ്പുകൾ ഇറക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്ന ഈ ഒരു സംശയം. ഒരു പയ്യനാണ്, വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ്. അതുപോലെ മെറ്റൽ ബോക്സിൽ എർത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എർത്ത് കൊടുക്കാം. എർത്ത് കുറച്ചുകൂടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടും. അതുപോലെ ഈ സ്വിച്ച് ബോർഡിൽ എന്തെങ്കിലും എർത്ത് ലീക്ക് വരികയാണെങ്കിൽ നമുക്കത് ഉടൻ തന്നെ അറിയാനായിട്ട് സാധിക്കും, ട്രിപ്പാവും. അതുപോലെ സ്വിച്ച് ബോർഡുകളുടെ ഈ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ 2 മോഡിലാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. ചില ഇലക്ട്രീഷ്യന്മാർക്ക് സംഭവിക്കാറുണ്ട്. 2 മോഡി മെറ്റൽ ബോക്സ് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരിക്കലും തിരിച്ച് വെക്കരുത്. കാരണം 2 മോഡി കറക്റ്റ് സ്ക്വയർ ആയിരിക്കും. അത് കാരണം കൊണ്ട് സ്ക്രൂ ചെയ്യുമ്പോൾ ഇതുപോലെ തിരിഞ്ഞു വന്ന സോക്കറ്റ് നേരെ തലകീഴായി തിരിഞ്ഞു നിൽക്കും. പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് 2 മോഡി മെറ്റൽ ബോക്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കറക്റ്റാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് വാട്ടർ ലെവലിൽ വെക്കുക. ഒരുപാട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡും അതുപോലെ ചരിഞ്ഞിരിക്കും. അതുപോലെ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഈ മെറ്റൽ ബോക്സിൽ പറ്റുള്ളൂ. PVC ബോക്സ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ സ്ക്രൂ ചെയ്യുക. PVC ആയതുകൊണ്ട് മെറ്റൽ ബോക്സിൽ അത് പറ്റില്ല. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഈ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഈ വീഡിയോയിൽ. അതുപോലെ 4-4 നോക്കുകയാണെങ്കിൽ 4-4 PVC ബോക്സ് നമുക്ക് ജംഗ്ഷനായിട്ടും ലൈറ്റിൻ്റെ ഹോൾഡർ അതുപോലെ തന്നെ സീലിംഗ് ഗ്ലോസൊക്കെ ആയിട്ട് വെക്കാൻ ഉപയോഗിക്കുന്നതാണ് 4-4. അപ്പോൾ ഇത് നമ്മൾ ജംഗ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കിതിൽ മാക്സിമം 4 പൈപ്പ് വരെ ഒരു ഭാഗത്ത് കൂടെ 4 പൈപ്പ് വരെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. 20 mm പൈപ്പാണെങ്കിലും 90 mm പൈപ്പാണെങ്കിലും 4 വരെ നമുക്കിതിൽ കട്ട് ചെയ്ത് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ പൈപ്പെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഫുഡ് ലാമ്പിനുള്ളതാണ്, നൈറ്റ് ലാമ്പിന്. അത് നമുക്ക് മെറ്റൽ ബോക്സ് ആണെങ്കിലും PVC ബോക്സ് ആണെങ്കിലും കൊടുക്കാം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് PVC ബോക്സാണ്. മുകളിൽ 2 പൈപ്പ് വന്നിട്ടുണ്ട്. ഒന്ന് DB എന്ന് വരുന്ന സർക്യൂട്ട് പൈപ്പും പിന്നെ ഒന്ന് ഈ റൂമിൻ്റെ ഫാനിൽ നിന്ന് വരുന്ന ജംഗ്ഷനിലെ പൈപ്പും. അത് അവിടെ ഒരു 4-4 കട്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് നേരെ നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അടുത്ത പൈപ്പ് 2 വേയുടെ പൈപ്പാണ്. ഇവിടെ ഒരു 4-4 വെച്ചിട്ടുണ്ട്. സാധാ ഒരു പ്ലഗ് വേണമെന്ന് പറഞ്ഞു, എന്തോ ചാർജ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ PVC ബോക്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ 2 വേയുടെ നേരെ താഴെ വന്നിട്ട് ഇവിടെ ഒരു 4 മോഡി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടാണ് 4 മോഡ് വെച്ചിട്ടുള്ളത്. ബാത്റൂമിനകത്തേക്ക് നമ്മൾ പൈപ്പ് ഇതുപോലെ തുളച്ച് പൈപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മോഡിയാണ് വെച്ചിട്ടുള്ളത്. ലൈറ്റ്, എക്സോസ്റ്റ് ഫാന്, ഹീറ്ററൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 4 മോഡ് ഉപയോഗിക്കാം. പിന്നെ ബെഡ് സ്വിച്ച് ബോർഡ് നമ്മൾ 12 മോഡി ആക്കിയിട്ടുണ്ട്. 2 പ്ലഗ് ഇത് വേണമെന്ന് പറഞ്ഞു. 2 പ്ലഗ്, ഫാൻ്റെ റെഗുലേറ്റർ, അതിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ 2 2 വേ സ്വിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈറ്റ്, ആദ്യത്തെ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വേ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട് സൈഡ് ലൈറ്റിൻ്റെ പൈപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഔട്ട് സൈഡ് ലൈറ്റിൻ്റെ ഹൈറ്റിന് നമ്മൾ സൺസൈഡിൻ്റെ അടിക്ക് തുളച്ചിട്ടുണ്ട്. ഒറ്റ ലൈറ്റ് ഉള്ളവിടെ നമ്മളിതുപോലെ ബെൻഡിട്ട് കൊടുത്തിട്ടുണ്ട്.
ആദ്യത്തെ റൂം അങ്ങനെ നമ്മൾ പൈപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ റൂമാണ്. രണ്ടാമത്തെ റൂമിൽ ഇതുപോലെ ഒരു ബെൻഡ് ഇട്ടിട്ട് റൂമിൻ്റെ സെൻറ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹോൾഡർ നമുക്ക് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാം. അതുപോലെ നമുക്ക് ഈ കാണുന്നത് മീറ്റർ ബോക്സിലേക്ക് വരുന്ന പൈപ്പാണ്. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പുറമെ മീറ്റർ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അതുപോലെ ബെഡ് സ്വിച്ച്, ഈ റൂമിൽ ബെഡ് സ്വിച്ച് നമ്മൾ 8 മോഡിയാണ് കൊടുത്തിട്ടുള്ളത്. 2 2 വേ സ്വിച്ച്, ഒരു ഫാൻ്റെ റെഗുലേറ്റർ, അതുപോലെ തന്നെ ഒരു പ്ലഗ്, അതിൻ്റെ സ്വിച്ച്. അതുപോലെ ഔട്ട്സൈഡ് ലൈറ്റ് നമ്മൾ തുളച്ചിട്ടുണ്ട്. ഒരു ബെഡ്റൂമിൽ 2 ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്യൂബ് ലൈറ്റായിട്ട് ഉപയോഗിക്കാം, ഒന്ന് ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2 വേ നമ്മൾ മുകളിൽ സീലിൽ കൂടെ ഫാൻ്റെ ജംഗ്ഷനിൽ കൂടെ വലിച്ചിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിലുള്ള സ്വിച്ച് ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് പൈപ്പ്. അതുപോലെ തന്നെ ഈ ഒരു റൂമിലെ മെറ്റൽ ബോക്സ് നമ്മൾ 8 മോഡിയാണ് കൊടുത്തിട്ടുള്ളത്. 2 2 വേ സ്വിച്ച്, ഒരു പ്ലഗിൻ്റെ സ്വിച്ച്, ഫുഡ് ലാമ്പിൻ്റെ സ്വിച്ച്, അതായത് നൈറ്റ് ലാമ്പിൻ്റെ സ്വിച്ച്. അപ്പോൾ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ 8 മോഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പൈപ്പ് നേരെ പോകുന്നത് കോളിംഗ് ബെല്ല്, നമ്മൾ ഫ്രണ്ടിൽ 2 മോഡി കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 മോഡിക്ക് പോകുന്ന സർക്യൂട്ട് പൈപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൂമിലും കഴിഞ്ഞു. ഈ കാണുന്ന ഹാളിൻ്റെ ബോക്സാണ്, മെറ്റൽ ബോക്സ് 8 മോഡി കൊടുത്തിട്ടുണ്ട്. ഔട്ട്സൈഡ് ലൈറ്റ് എല്ലാം ഹാളിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള റൂമിലേക്ക് നമ്മളത് ഒരു പൈപ്പ് ഇട്ടിട്ട് ബോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നമ്മൾ 3 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എങ്ങനെയെങ്കിലും വെളിച്ചം കമ്മിയാകുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ലൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചക്കുറവുണ്ടാവില്ല. അതുപോലെ തന്നെ കോളിംഗ് ബെല്ലിൻ്റെ നമ്മൾ 6-4 നിർത്തി ബോക്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലേക്ക് നമ്മൾ ഈ ഒരു പൈപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. മാസ്റ്ററിൻ്റെ വയർ, ഇൻവെർട്ടറിൻ്റെ വയറൊക്കെ നമുക്ക് ഈ ഹാളത്തെ സ്വിച്ച് ബോർഡിൽ നിന്നും കിച്ചണിലെ സ്വിച്ച് ബോർഡിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ മുകളിലായിട്ട് കോളിംഗ് ബെല്ലിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ബെൻഡ് ഇട്ട് നിർത്തിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാളിൽ മാത്രം സീലിംഗ് വരുന്നുണ്ട്, ജിപ്സം ബോർഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഹാളിൽ നമ്മൾ അതുപോലെ 16 മോഡിയാണ് വെച്ചിട്ടുള്ളത്. 2 ഫാൻ സ്വിച്ച്, 2 റെഗുലേറ്റർ, അതുപോലെ തന്നെ ഒരു സോക്കറ്റ്, അതുപോലെ തന്നെ ഈ ഹാളിലെ കംപ്ലീറ്റ് ലൈറ്റ് ഇതിലാണ് വരുന്നത്. അതുപോലെ തന്നെ സീലിംഗിലെ ലൈറ്റ്, അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാളിൽ നമ്മൾ മൂന്നാമത്തെ ലൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഹോൾ അടിച്ച് നേരെ സിറ്റ് ഔട്ടിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ 4-4 നമ്മൾ നേരെ DVയിലേക്ക് ഇറക്കിയിട്ടുണ്ട് പൈപ്പ്, സർക്യൂട്ട് പൈപ്പ്. അതുപോലെ തന്നെ മുകളിൽ 3 പൈപ്പ് വന്നിട്ടുണ്ട്. ഒന്ന് മീറ്ററിൽ നിന്ന് വരുന്ന പൈപ്പ്, പിന്നെ ഒന്ന് അടുക്കളയിൽ നിന്ന് വരുന്ന പൈപ്പ്, പിന്നെ ഒന്ന് ബെഡ്റൂമിൽ നിന്ന് വരുന്ന പൈപ്പ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് താഴെ നിന്നാണ് നമ്മൾ പൈപ്പിട്ട് കൊടുത്തിട്ടുള്ളത്, സ്വിച്ച് ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്ക് ഇതുപോലെ നമ്മൾ ടേപ്പ് അടിച്ച് വെക്കുക, അല്ലെങ്കിൽ സിമെൻ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്ക്രൂ അഴിക്കാനൊക്കെ നമുക്ക് വലിയ പാടായിരിക്കും. ടേപ്പ് അടിച്ച് സേഫ്റ്റി ആക്കി വയ്ക്കുക. അതുപോലെ എർത്ത് കൊടുക്കുമ്പോൾ 2 കോപ്പറും എത്ര ലോങ് ആണെങ്കിലും DBയിൽ എത്തിക്കുക. അപ്പോൾ നമ്മൾ ഒരു കോപ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു കോപ്പർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന പൈപ്പ്, ഈ ഇടത് ഭാഗത്ത് കാണുന്ന പൈപ്പ് അത് നേരെ വന്നിട്ട് ഈ റൂമിൽ നിന്ന് നേരെ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൽ നിന്ന് നേരെ നമ്മൾ ഈ റൂമിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പൈപ്പിൻ്റെ ഈ ഗാഡി കോപ്പർ കൊണ്ടുവരും. അപ്പോൾ എർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 എർത്ത് നമ്മൾ DBയിലേക്ക് എത്തിക്കുക. എർത്ത് പെർഫെക്റ്റ് ആയിരിക്കണം. എർത്തിലൊരു കളത്തരവും കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ കേബിളിൻ്റെ പൈപ്പ് ഇതുപോലെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കേബിളിൻ്റെ പൈപ്പ് നമ്മൾ പോകുന്നത് നേരെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ മുകളിൽ കൂടെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് തുളച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് പൈപ്പ് ക്രോസിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ എർത്ത് നമ്മൾ ഇതുപോലെ ചുമരിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. 2 എർത്തും തമ്മിൽ ചുരുങ്ങിയത് 5 മീറ്റർ അകലമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് ബോർഡിൽ നിന്ന് നമ്മൾ ഗേറ്റ് ലാമ്പിക്കുള്ള പൈപ്പ് ഇട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് രണ്ടാമത്തെ എർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇതുപോലെ 4 മോഡി വെച്ച് ഫാൻ്റെ സ്വിച്ച്, റെഗുലേറ്റർ, അതുപോലെ തന്നെ ഒരു 2 വേ, ഈ ഒരു ലൈറ്റ് 2 വേയിൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഈ LED എല്ലാം ഹാളിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ പോർച്ചിൽ ഒരു ലൈറ്റ് നമ്മൾ ചുമരിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വരുന്നത് സീലിങ്ങിൽ ആ ജംഗ്ഷനിലാണ്. അപ്പോൾ ജംഗ്ഷൻ ഓപ്പൺ ചെയ്തിട്ടില്ല, അത് ഓപ്പൺ ചെയ്തിട്ട് ആ ഭാഗത്തു കൂടെ പൈപ്പിട്ട ഈ വീട്ടിലെ പൈപ്പടി കംപ്ലീറ്റ് കഴിയും. പിന്നെ കിച്ചണിൽ
നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കിച്ചണിൽ ഇവിടെ 2 അടിക്ക്, ഇത് കിച്ചൺ സ്ലാവാണ്. കിച്ചൺ സ്ലാവിൽ 2 അടിക്ക് ടൈല് വരും. അപ്പോൾ ഇവിടെ കറണ്ട് അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം നമ്മൾ ടൈലിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കാരണം കറണ്ട് അടുപ്പ് ആയതുകൊണ്ട് നമ്മൾ ടൈലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പുറത്തേക്കുള്ള ലൈറ്റ് നമ്മൾ ഇതുപോലെ തുളച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത് മെറ്റൽ ബോക്സിൻ്റെയും PVC ബോക്സിൻ്റെയും അളവുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ചില വീടുകളിൽ മെറ്റൽ ബോക്സ് വെച്ചാൽ മതി പറയും, ചില വീടുകളിൽ PVC ബോക്സ് വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അതിൽ എത്ര സ്വിച്ചാണ് വരുന്നതെന്ന് രണ്ടിലും വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നമ്മളിവിടെ മീറ്റർ ബോക്സ് അതിൻ്റെ ഡോറെല്ലാം അഴിച്ച് നമ്മളിവിടെ 5 അടി ഹൈറ്റിനെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്ഷൻ പൈപ്പ് ഓപ്പണാക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗത്ത് പുറത്തൊന്നും തേക്കുന്നില്ല, അകത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. അതുപോലെ ഏത് ഭാഗത്താണോ ഇലക്ട്രിക് പോസ്റ്റ് വരുന്നത് ആ ഭാഗത്ത് മീറ്റർ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീറ്റർ ബോക്സ് മെറ്റലിൻ്റെ മീറ്റർ ബോക്സ് ആണെങ്കിൽ ഈ മീറ്റർ ബോക്സിൽ എർത്ത് കൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഒരു ചെറിയ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്നതിന് മുൻപ് സ്വിച്ച് ബോക്സുകളും മീറ്റർ ബോക്സുകളും അതുപോലെ തന്നെ പൈപ്പെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചോളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൗസ് വയറിങ്ങിനെ കുറിച്ചും പ്ലംബിങ്ങിനെ കുറിച്ചുമുള്ള ഒരുപാട് വീഡിയോകൾ കാണാൻ MR ടെക് നെന്മാറ എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.